മലബാർ ഗ്രൂപ്പ് ഒരു പുതിയ സെക്ടറിലോട്ട് ഇറങ്ങുമ്പോൾ അതൊരിക്കലും എക്സ്പെരിമെൻറ്റ് മൂഡിലായിരിക്കില്ല. അതൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. പ്ലേയാസയിലും അത് അങ്ങനെ തന്നെയാണ്. പ്ലേയാസ എന്ന ബ്രാൻഡിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് റൈറ്റ്സ് കൊണ്ടല്ല, മറിച്ച് സ്ട്രക്ചർ കൊണ്ടാണ്. എത്ര റൈറ്റ്സ് വേണമെന്ന് ചിന്തിച്ചതിനേക്കാൾ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എങ്ങനെ റിപ്പീറ്റബിൾ ആക്കാം എന്നാണ് അവർ ചിന്തിച്ചത്. ഫാമിലി എൻ്റർടൈൻമെൻറ്റിൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ത്രില്ലിനേക്കാൾ സേഫ്റ്റിയാണ്. ഓരോ ലൊക്കേഷനുകളും അനലൈസ് ചെയ്ത് അവിടേക്ക് ആവശ്യമായ റൈഡുകളാണ് പ്ലേയാസ കൊണ്ടുവരുന്നത്. നോർമലി ഇങ്ങനെയുള്ള സെൻറ്ററുകൾ സെറ്റപ്പ് ചെയ്തെടുക്കാൻ 3-4 കോടി മാത്രം ചെലവഴിക്കുന്നിടത്ത് പ്ലേയാസ ഓരോ ഔട്ട്ലെറ്റിനും ചെലവഴിക്കുന്നത് 25 കോടിയോളം രൂപയാണ്. തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലായി 4 ബ്രാഞ്ചുകളുള്ള പ്ലേയാസയുടെ അടുത്ത ലക്ഷ്യം ഹൈദരാബാദ്, മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളാണ്. പ്ലേയാസയുടെ മാർക്കറ്റിംഗ് ബ്രില്യൻസ് എടുത്തു പറഞ്ഞേ പറ്റൂ. ഫാമിലി ഓഡിയൻസും കുട്ടികളും ഒരുപോലെ ഏറ്റെടുക്കുന്ന പേളി മാണിയെ പ്ലേയാസയുടെ ഫേസ് ആയി കൊണ്ടുവന്നതാണ് അവരുടെ മാർക്കറ്റിംഗ് ബ്രില്യൻസ്.